സ്ക്വയർ ഫീറ്റിന് 100 രൂപയ്ക്ക് ലഭിക്കുന്ന ലാറ്ററൈറ്റ് സ്റ്റോൺ ആണ് കണ്ണൂർ ലാറ്ററൈറ്റ് സ്റ്റോൺ അല്ലേ. ഗ്യാപ്പുകളില്ല, ഹോളുകളില്ല, നല്ല എന്താ പറയാ ക്രാക്ക് ഇല്ല. ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഇത് തന്നെയാണ്. അതായത് ഇങ്ങനെയുള്ള പാറകൾ അരുങ്ങൾക്ക് നല്ല കറുപ്പും മഞ്ഞയും ചെറിയ ചെറിയ ഹോളുകളുള്ള ഇത് ശരിക്കും സെലക്ട് ചെയ്ത് വാങ്ങിക്കണം. ഇതുപോലെ മെഷീൻ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഫുൾ ഈ മെഷീൻ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീനിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയിട്ട് മണ്ണ് പോകും, കൃത്യമായിട്ട് പോകും. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ക്വാളിറ്റി ചെക്കിന്റെ ഭാഗമായിട്ട് ഇത് ഇടുന്നത് നല്ലൊരു ടൈലാണ്. നമുക്ക് കുറച്ച് ചെറിയ എഡ്ജൊക്കെ പോയ സാധനം ഇടാം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ നല്ല പ്രൊഡക്റ്റുകളൊക്കെ പോയിട്ട് ഓരോ ഷോപ്പിൽ ഇട്ട് പൊട്ടിക്കുമ്പോൾ ആൾക്കാർ എന്തിനാണ് നശിപ്പിക്കണേന്നൊക്കെ ചോദിക്കും. പിന്നെ ഈ ആളുകൾ പറയും നമ്മൾ നല്ല താഴ്ത്തി ഇട്ടത് ഉയർത്തിയിടാം. 12 ഇത് കിട്ടാതെ ഓരോ അളവ് ഇതിനകത്ത് സെറ്റ് പറഞ്ഞു കട്ട് ചെയ്ത് ലാസ്റ്റ് അവിടെ അങ്ങോട്ട് സാധനം പോകും. ഓക്കെ, ഇത് എഡ്ജ് കട്ട് ചെയ്യാൻ 1 2 3 4 ഘട്ടം. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ ചാനൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലാറ്ററൈറ്റ് ടൈലുകളാണ്. ലാറ്ററൈറ്റ് ടൈലുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വാളിറ്റി ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലും വളരെ കുറഞ്ഞ പ്രൈസിലും നല്ല മെറ്റീരിയൽസ് ലഭിക്കുന്ന ഒരു സ്ഥാപനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തിലുള്ള പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അത് നിർമ്മിക്കുന്നത് എന്താണ് എന്നൊക്കെയാണ് ഇന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഏകദേശം ഉച്ച സമയത്താണ്. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഈ വെയിലത്ത് നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സന്ദർശിക്കാത്ത ആളുകൾ ചാനൽ സന്ദർശിക്കുമല്ലോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കണ്ണൂരാണല്ലോ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോൺ ക്വാളിറ്റി ലഭിക്കുക. അപ്പോൾ നമ്മളുള്ളത് റഹീംഖാൻ്റെ അടുത്താണ്. റഹീംഖാ, ഹായ്. നല്ല ക്വാളിറ്റിയുള്ള ടൈല് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ണൂരല്ലാതെ എവിടെ ഇത് കിട്ടുക? അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു പെർമിഷൻ നമുക്ക് തരണം. കാരണം ആൾക്കാർക്ക് ഇത് ക്വാളിറ്റി ഉള്ള തന്നെ വേണം. ഓക്കെ, എല്ലാം ചെക്ക് ചെയ്യാം. എല്ലാം ചെക്ക് ചെയ്യാം. എവിടെ നിന്ന് എടുത്തിട്ട് പ്രശ്നമില്ല, ഏത് വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം. ഏത് വേണമെങ്കിലും ചെയ്യാം. ക്വാളിറ്റി ഇപ്പം തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള ടൈലുകളൊക്കെ തന്നിട്ടുണ്ട്. ഇതുപോലുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്മൂത്ത് ഒന്ന് ഇത് എത്ര ഫിനിഷിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇതിൻ്റെ ഹോളുകൾ അല്ലേ, ഹോളുകളുടെ എണ്ണം അല്ലെങ്കിൽ എത്രത്തോളം ഇത് ഗ്യാപ്പില്ലാതെ ഇത് ചെയ്തിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഈ കടലമുട്ടായി പോലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, അത് എണ്ണം മാക്സിമം കുറയ്ക്കുക അല്ലേ. അതുപോലെ എഡ്ജ് നല്ല ഷാർപ്പൻ എഡ്ജ് അല്ലേ, അതാണ് മെയിൻ. അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റിനൊക്കെ ക്വാളിറ്റി നമ്മൾ സാധാരണ രീതിയിൽ ചെക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇട്ട് പൊട്ടുമോ നോക്കും. ഇതൊക്കെ പൊട്ടുന്ന ഉറപ്പാണ്. കാരണം ഇത് അത്ര തിക്നെസ്സിലാണ് വരുന്നത് അല്ലേ. 20 mm ഉള്ളൂ. 20 mm ആണ് ഇതിൻ്റെ 3/4 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ സൈസ് ഒന്ന് ആദ്യം ക്ലിയർ ചെയ്യാം. ഇത് ഇടാൻ പോവാണ് കേട്ടോ. ഇടുന്നതിന് മുമ്പ് പൊട്ടുന്ന ഉറപ്പാണ്. എന്നാലും നമുക്ക് ബലത്തിൻ്റെ ഒരു ചെക്കിങ് ചെയ്യാം. ഇത് എത്രയാണ് അളവ് വരുന്നത്? 12 ഇഞ്ച് നീളം, 7 ഇഞ്ച് വീതി. 7 ഇഞ്ച് വീതി. ഓക്കെ, അതാണ് ഈ ഒരു സൈസിലേ ഇത് വരുന്നുള്ളൂ. അല്ലല്ല, ഇനി 7 ഇഞ്ച് 7 ഇഞ്ച് നീളം, 7 ഇഞ്ച് വീതി, 11 ഇഞ്ച് നീളം, 6 ഇഞ്ച് വീതി, 10 ഇഞ്ച് നീളം, 6 ഇഞ്ച് വീതി. ഇങ്ങനെ 4 സൈസിലാണ്. ഇനി വേണ്ടുള്ള വേറെ എന്തെങ്കിലും സൈസ് വേണമെങ്കിൽ ആവശ്യക്കാർ അനുസരിച്ച് പ്രധാനമായിട്ട് നമ്മൾ ഈ തൂണുകളിലൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റൈലൊക്കെ അതിനാവശ്യമുള്ള അനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കും. അത് പാർട്ടി ആവശ്യപ്പെടുന്ന അനുസരിച്ച് നോക്കി ചെയ്തു കൊടുക്കും. 12 ഇഞ്ചിന്റെ മുകളിലുള്ള ഹൈറ്റ് കിട്ടൂല. 12 ഇഞ്ചാണ് ഇതിന്റെ മാക്സിമം ലെങ്ത്. അതിൽ കുറഞ്ഞത് മാത്രമേ ഇതിന് കിട്ടൂ താഴോട്ട്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ചെക്കിൻ്റെ ഭാഗമായിട്ട് ഇത് ഇടുന്നത് നല്ലൊരു ടൈലാണ്. നമുക്ക് കുറച്ച് ചെറിയ എഡ്ജൊക്കെ പോയ സാധനം ഇടാം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ നല്ല പ്രൊഡക്റ്റുകളൊക്കെ പോയിട്ട് ഓരോ ഷോപ്പിൽ ഇട്ട് പൊട്ടിക്കുമ്പോൾ ആൾക്കാർ എന്തിനാണ് നശിപ്പിക്കണേന്നൊക്കെ ചോദിക്കും. അപ്പോൾ കുറച്ച് എഡ്ജ് പോയതാണ്. നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒന്നാമത് ചെയ്യേണ്ടത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഏത് കല്ലും പൊട്ടും, വലിയ കല്ല് തന്നെ പൊട്ടും. ഇത് ഇങ്ങനെ ഒന്ന് നമുക്ക് താഴെ കിട്ടുമോ? നിങ്ങൾ ഇട്ടാളെ. ഇനി പൊട്ടുകയാണെങ്കിൽ താഴ്ത്തി ഇടാവുന്നേ ഉള്ളൂ. അത്ര പെട്ടെന്നൊന്നും ഇത് പൊട്ടുന്ന സംഭവമല്ല. കാരണം ഇത് നല്ല സ്റ്റോൺ തന്നെയാണ്. പിന്നെ ഈ ആളുകൾ പറയും നമ്മൾ നല്ല താഴ്ത്തി ഇട്ടത് ഉയർത്തിയിടാം. അവിടെ വീണ കോർണർ പൊട്ടിയിട്ടുള്ളൂ. കാരണം ക്രാക്കോ കാര്യങ്ങളൊന്നും ഇതിന് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന് മനസ്സിലായത്. സാധാരണ ഒരു വെട്ടുകല്ല് ഇട്ടാൽ തന്നെ ഇതങ്ങനെ പൊട്ടൂല. ഇത് കാരണം അരുങ്കണ്ണിലെ പാറയാണ്. അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനമല്ല. കണ്ണൂര് ഈ സാധനം കിട്ടും കൂടുതൽ. കണ്ണൂരേ കിട്ടും. കണ്ണൂരാണ് ഈ ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഇതുപോലെ ചെറിയ കണ്ണുള്ള കല്ലുകളാണ് വേണ്ടത് അല്ലേ. ഈ ഒരു കല്ല് കണ്ടില്ലേ,
ഇതുപോലുള്ള കണ്ണുള്ള കല്ല് ആയിരിക്കണം. ഇതാണ് നോക്കിയത്. നമ്മൾ ഇത് വാങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാട്ടോ ഈ പറയുന്നത്. ഇത് കൂടുതൽ ഹോളുകൾ ഉണ്ടാവും ഹോൾ ആവശ്യത്തിന് ഉണ്ടാവും, പക്ഷെ കൂടുതൽ പിന്നെ അടുത്തുള്ള ഹോളുകൾ ഉണ്ടാവില്ല. അതുപോലെ എഡ്ജൊക്കെ നല്ല സ്മൂത്തായി കിടക്കും. ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഇത് തന്നെയാണ്. അതായത് നമ്മൾ പാറകൾ ഇത് സെലക്ട് ചെയ്ത സമയത്ത് ഇങ്ങനെയുള്ള പാറകൾ അരുങ്ങൾക്ക് നല്ല കറുപ്പും മഞ്ഞയും ചെറിയ ചെറിയ ഹോളുകളുള്ള ഇത് ശരിക്കും സെലക്ട് ചെയ്ത് വാങ്ങിക്കണം. ഇത് കണ്ണൂർ നമുക്ക് സുലഭം നമുക്ക് കിട്ടും. അത്യാവശ്യം സാധനങ്ങളൊക്കെ കണ്ണൂർ ശരിക്കും കിട്ടും. നമുക്ക് ക്വാളിറ്റി ശരിക്കും നോക്കി കോറകളിൽ പോയിട്ട് നോക്കിയെടുത്തിട്ടാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളെ ഫാക്ടറി. ഫാക്ടറിയിൽ ഇത് ഇതുപോലുള്ള ഫാക്ടറി ആണല്ലോ കാണേണ്ടത്. ഇവിടെയാണല്ലേ അതിന്റെ ഫസ്റ്റ് പ്രോസസ്സ് നടക്കുന്നത്? ഇവിടെ നിന്നാണ് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇതുപോലുള്ള കല്ലുകൾ ഒരു 6 ബ്ലേഡിന്റെ 6 ബ്ലേഡ് ഒരേ സമയം കട്ട് ചെയ്യുന്നത്. ഒരേ സമയം ഇത് കട്ട് ചെയ്യും അല്ലേ? കട്ട് ചെയ്യും. ഈ ബ്ലേഡിലൂടെ കട്ട് ചെയ്ത് ഇനി അടുത്ത പ്രോസസ്സ് എന്താണ്? അടുത്തത് ഇവിടെ ഈ സൈഡ് ഇവിടെ വെക്കും. ഇവിടുന്ന് ഇതെടുത്ത് ഇവിടെയാണ് ഇതിന്റെ പ്രോസസ്. കട്ടിങ് ഓരോ സൈസ് ഇവിടെ വെക്കും അല്ലേ? ഇവിടുന്നാണ് ഇതിന്റെ എഡ്ജ് കട്ട് ചെയ്യുന്നത്. അതെ അതെ അതെ. ലെങ്ത് കൊടുക്കുന്ന ഇതാണ്. ഈ ഒരു ലെങ്ത് 12 ആണ്. ഇത് കിട്ടാതെ ഓരോ അളവ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് പറഞ്ഞു കട്ട് ചെയ്ത് ലാസ്റ്റ് അവിടെ അങ്ങോട്ട് സാധനം പോകും. ഓക്കെ. ഇത് എഡ്ജ് കട്ട് ചെയ്യാൻ 1 2 3 4 ഘട്ടം അപ്പൊ അവസാനമല്ല അടുത്ത ഘട്ടം ഫിനിഷിംഗ് വരുന്ന ഘട്ടം ഇത്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീൻ ചെയ്ത് വരാനുണ്ട്. ക്ലീനിങ് പ്രോസസ് ആണ് ഇപ്പൊ നടക്കുന്നത് അല്ലേ? അതെ അതെ. ഇതുപോലെ മെഷീൻ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഫുൾ ഈ മെഷീൻ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീനിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയിട്ട് മണ്ണ് പോകും, കൃത്യമായിട്ട് പോകും. അതുകൊണ്ടാണ് ഈ കാറും പിന്നെ വാഷിംഗ് മെഷീൻ തന്നെ വാങ്ങിക്കുന്നത്. കാർ വാഷ് ചെയ്യുന്ന മെഷീനാണ്. അപ്പൊ അതുകൊണ്ടാണ് അതന്നെ വാങ്ങിക്കുന്നത്. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ ചളി ഒന്നും ഇതിലുണ്ടാവാൻ പാടില്ല. നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇനി പിന്നെ ഉണക്കിയെടുക്കണം. ഇത് കഴുകിയതിനു ശേഷം ഇത് ഉണക്കിയെടുക്കും. കഴുകി കഴിഞ്ഞാൽ ഉണക്കണം. ഇതാണ് പാക്കിംഗ് ഏരിയ അല്ലേ? അതെ, ഇതാ പാക്കിംഗ് ഏരിയ. ഇത് ഉണങ്ങിയത് നേരെ ഇതുപോലെ എവിടേക്ക് വരും, അതിനുശേഷം ഇതിനെ പാക്ക് ചെയ്യാം. ഇത് വളരെ കറക്റ്റ് ഇതായിരിക്കും. ഒരു ഇത് കച്ചറി ഒന്നും ഉണ്ടാവില്ല. വളരെ ക്ലീൻ ചെയ്ത് സ്മൂത്തായി കിടക്കും. അത്രയും ക്ലീൻ ഒരു ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ഉണങ്ങി കിടക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ബോക്സിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നനവ് വന്നു കഴിഞ്ഞാൽ ബോക്സിന് കാണിക്കും, അതിന്റെ കച്ചറ കംപ്ലൈന്റ് കാണിക്കും. ഒരു പീസ് 1.5 കിലോ തൂക്കം. 1.5 കിലോ അതായത് 8 പീസുള്ള ഒരു 9 പീസുള്ള ഒരു ബോക്സിൽ 15 കിലോ തൂക്കം വരും. അതായത് ഈ ബോക്സിൽ 9 കൊള്ളും. എന്നിട്ട് ഇതുപോലെ ബോക്സുകളായിട്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അല്ലേ? കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോകും. സ്റ്റേറ്റിന്റെ പുറത്തേക്കും ഇപ്പം ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തേക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കും. എക്സ്പോർട്ടിങ് പുറത്തേക്കാണെങ്കിൽ അതിന്റെ കാര്യം ആലോചിച്ചു വരുന്നുണ്ട്. ഓരോ സ്റ്റേജുകളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോവാണ്. അതെ. അപ്പോൾ ഇതിന്റെ മൊത്തം ഒരു ബോക്സ് ഇപ്പൊ എത്ര വെയിറ്റ് ഉണ്ടാവും ഏകദേശം? ഒരു ബോക്സ് 20 കിലോ 15 കിലോ 2 ടൈപ്പാണ്. അത് 7 പീസ് 9 പീസ് രണ്ട് അതിന്റെ തൂക്കത്തിൽ വ്യത്യാസങ്ങൾ വരും. ഇതുപോലുള്ള സ്റ്റോണുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതുപോലെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുക ഒക്കെ പറഞ്ഞു. വളരെ ക്ലിയർ ആണ്. ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ഇപ്പോൾ ലഭ്യമാണ്. നമ്മൾ തിരഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല പ്രൈസിൽ കൊടുക്കണം, അതുപോലെ ക്വാളിറ്റിയും വേണം. അതാണ് നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടത്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഒരു വ്യൂവർക്ക് ഏകദേശം എത്ര പ്രൈസിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? നമുക്കിത് റീറ്റെയിൽ ആയിട്ട് 100 രൂപക്ക് കൊടുക്കാൻ പറ്റും. 100 രൂപ കൊടുക്കാൻ പറ്റും. സ്ക്വയർ ഫീറ്റ് 100 രൂപ. സ്ക്വയർ ഫീറ്റിനാണ് കേട്ടോ പറയുന്നത്. സ്ക്വയർ ഫീറ്റിന് 100 രൂപക്ക് ലഭിക്കുന്ന ലാറ്ററൈറ്റ് സ്റ്റോൺ ആണ് കണ്ണൂർ ലാറ്ററൈറ്റ് സ്റ്റോൺ അല്ലേ? ഗ്യാപ്പുകളില്ല, ഹോളുകളില്ല, നല്ല എന്താ പറയാ ക്രാക്കില്ല, അടിപൊളി സ്റ്റോണുകൾ. അതാണ് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുന്നത്. ആണെങ്കിൽ എവിടെയൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ശരിക്കും? ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് അതായത് ഫ്രണ്ടേജ് ഏരിയ, ഒന്ന് ഫില്ലർ, ഫ്രണ്ട് ഭാഗങ്ങൾ, ഫ്രണ്ടിലെ ഭാഗങ്ങളില്ലേ വീടിന്റെ എല്ലാ ഫ്രണ്ടേജ് ഇതൊക്കെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക. ഇതിന് ഉള്ളിൽ ഭാഗങ്ങളിൽ നമ്മളെ പിന്നെ വിസിറ്റിംഗ് ഏരിയ ഇല്ലേ, വിസിറ്റിംഗ് ഏരിയയൊക്കെ ഇത് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ഒക്കെ കിട്ടും. നല്ല കൂളിംഗ് ഉണ്ടാവും. അത് ഇതിന്റെ ഒരു ഗുണം തന്നെയാണ് അതിന്റെ കൂളിംഗ്. മാത്രമല്ല നമുക്ക് കണ്ണൂരിലെ കണ്ണൂരുണ്ടാകുന്ന സ്റ്റോൺ എവിടെയും നിങ്ങൾക്ക് കിട്ടൂല. ഒരു സ്ഥലത്തും ഈ സാധനം കിട്ടൂല. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഇങ്ങനെയുള്ള പാറകൾ ഇവിടെ തന്നെ സെലക്ട് ചെയ്ത് വരുന്ന കാരണം അത്രേ കിട്ടും. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും അപ്പോൾ ഇത് ഉപയോഗിക്കും. രണ്ടിലും ഉപയോഗിക്കാം. അതുപോലെ ടി വി യൂണിറ്റിന്റെ വാളുകളിൽ.
അപ്പോൾ ഇത് ചെയ്ത വീടുകൾക്ക് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല കൂളിംഗ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ്? കൂളിംഗ് ഉണ്ടാവും, കല്ലല്ലേ, അത് നാച്ചുറൽ അല്ലേ, നാച്ചുറൽ നാച്ചുറൽ സാധനം പ്രൊഡക്റ്റ് ആണ് ഇത്. ടൈൽസുകളൊക്കെ അവൈലബിൾ വരുന്നുണ്ടല്ലോ, അപ്പൊ ടൈല് ഞാൻ മൂപ്പർക്ക് അറിയില്ല എന്ന് കരുതിയാട്ടോ മെൻഷൻ ചെയ്യാൻ. ടൈലൊക്കെ ഉണ്ട്. അതായത് നമ്മളെ സാധാരണ ടൈലുകള് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇതേ രീതിയിൽ വരുന്നുണ്ട്, പക്ഷേ ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടൂല. നാച്ചുറൽ ആയിട്ട് കിട്ടൂല, ഇതന്നെ വേണം അല്ലേ? ഇതിന് കല്ലിന് കല്ലന്നെ വേണം, കല്ലിന് വേണം ആ ഒരു കൂളിംഗ് കിട്ടണമെങ്കിൽ. പിന്നെ എടുത്തു പറയേണ്ട വേറെ ചോദ്യമുണ്ട്, അതുപോലുള്ള കല്ല് മണ്ണ് എന്നൊക്കെ പറയുമ്പോൾ ചെതല് വരാൻ ചാൻസ് ഇല്ല ഇതിന്? ഇല്ല, ഇതിന് ചെതല് വരില്ല, ചെതല് വരാൻ സാധ്യതയൊന്നുമില്ല. ഇതിന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിയ ഹോളുകൾ, അത് ഈ സമയത്ത് നമ്മളിത് ചെയ്യില്ല. ഇതിനൊന്നും ഇപ്പോൾ പറയാൻ മാത്രം ഹോളുകളില്ല. അഥവാ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ നമ്മൾ പോളിഷ് ചെയ്യുന്ന സമയത്തും അത് പോളിഷ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ചെറിയ ഹോളുകൾ, വലിയ ഗ്യാപ്പുകളില്ലത് വെക്കൂല. അതൊരു രഹസ്യമാണ് കേട്ടോ, കാരണം ഇതുപോലുള്ള മെറ്റീരിയൽസ് പറയുന്ന ആൾക്കാർ പറയുന്ന പ്രാണികൾ വന്ന് കൂടും. അതെ, ഇതൊക്കെ വേണമെങ്കിൽ പറയാതെ സെയിൽ ചെയ്യാം, ഇതൊന്നും സൂചിപ്പിക്കാതെ വേണമെങ്കിൽ ഇത് നല്ല സാധനങ്ങൾ കൊണ്ടുപോയിക്കോളി എവിടെയും വെക്കാന്ന് പറയാം. പക്ഷെ അത് പറഞ്ഞില്ല, അത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ എത്തിപ്പെട്ടത് നല്ല സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്യുമ്പോൾ അടക്കണം, ചെറുതുണ്ട്. അതെ അതെ, നമ്മളിത് ക്ലിയർ ചെയ്തിട്ട് അയക്കുന്നത്, കച്ചറയെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് പാക്ക് ചെയ്യുന്നത്. പ്രാണികളൊക്കെ കൂട് കൂട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് ക്ലീൻ ചെയ്ത് വെക്കണം അതെ പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ക്ലിയർ അടിക്കുക, അതുപോലെ ഈ ചെതലരിക്കാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ? എല്ലാം ചെയ്യാൻ പറ്റും, എല്ലാം ഇത് കിട്ടുന്നില്ല, അവൈലബിൾ അല്ലേ എല്ലാ സാധനങ്ങളും. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നാച്ചുറൽ എന്തൊക്കെ സംഭവിക്കും, എന്താണ് ചെയ്യാൻ പറ്റുന്നത് എല്ലാം വിദഗ്ധമായ എഞ്ചിനീയേഴ്സ് എല്ലാം ഉണ്ടല്ലോ, അവരൊക്കെ എന്തെല്ലാം വേണം ചെയ്യുന്നത്, അവർ ഇതൊക്കെ ചെയ്യും. ഇതിനൊന്നും ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈന്റ്. ഇതുപോലുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ എവിടെയൊക്കെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക? അപ്പൊ സാധാരണ സിമെന്റിൽ ഇതിപ്പോ ചെയ്യാൻ പറ്റുമോ? ഇത് ഗമ്മിലാണ് ചെയ്യേണ്ടത്. ഗമ്മിലാണ് ചെയ്യേണ്ടത്. സിമെന്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗമ്മിന്റെ റിസൾട്ട് കിട്ടൂല. സിമെന്റിന് നമുക്ക് പറയാം സിമെന്റ് ആണ് നല്ലത്, പക്ഷേ ഗമ്മാണ് ഇതിന് വേണ്ടത്. ഗമ്മാണ് പല പേരിലുള്ള ഗമ്മുകൾ ഇഷ്ടംപോലെ നമുക്ക് സുലഭമാണ് കിട്ടാൻ. അപ്പോൾ ഏത് ഗമ്മ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ടൈൽസ് പിന്നെ പൊട്ടിക്കുന്ന ഗമ്മുകളുണ്ട്, അതിന് തന്നെ ആ ഗമ്മ് ഉപയോഗിക്കും. മാർക്കറ്റിൽ ഇതുപോലുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ടൈല് അതുപോലെ ഒരുപാട് മെറ്റീരിയലുകൾ വീട് പണിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പലരും ഗ്യാരണ്ടി ഒക്കെ കൊടുക്കാറുണ്ട്. ഇതിന് ഗ്യാരണ്ടി വാറണ്ടി അതൊക്കെ ഉണ്ടോ? അതൊക്കെ ചോദിക്കുന്നത്. ഗ്യാരണ്ടി തന്നെയാണല്ലോ ഫസ്റ്റ് ക്വാളിറ്റി. ഫസ്റ്റ് ക്വാളിറ്റി ഇല്ല, അതന്നെയാണ് അതായത് ഒരു ഗ്യാരണ്ടി ഇല്ല. നിങ്ങളിപ്പോൾ മാർബിള് പിന്നെ ഗ്രാനൈറ്റ് ടൈൽസ് ഒക്കെ ഒന്ന് അതിനൊന്നും ആരും ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാറില്ല. അതിന് കംപ്ലൈന്റ് എന്ന് പറയുന്നത് അതിന് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഇത് ക്വാളിറ്റി വരുന്നത് സെക്കൻഡ് ക്വാളിറ്റി ഇല്ല, ഒറ്റ ക്വാളിറ്റി ഉള്ളൂ. ഫസ്റ്റ് മാത്രമേ നമ്മൾ പാക്ക് ചെയ്യാറുള്ളൂ. സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് പൊട്ടിയതാണ്. അതായത് നമ്മള് ചില ടൈലൊക്കെ സെക്കൻഡ് ക്വാളിറ്റി പറഞ്ഞിട്ടൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ ഓപ്ഷൻ ഇതിനില്ല. സെക്കൻഡ് ക്വാളിറ്റി ഡാമേജ്ഡ് ആണ്. ഡാമേജ് ബെൻഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, എല്ലാം കറക്റ്റ് അളവായിരിക്കും. കറക്റ്റ് 20 mm കനം ഉണ്ടാവും. ഇത് 3/4 ഇഞ്ച്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് മെറ്റീരിയലുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് എന്ന നിലയിൽ ഈ ഒരു മെറ്റീരിയൽ, അതായത് നല്ല ലാറ്ററൈറ്റ് സ്റ്റോൺ കണ്ണൂർ വെച്ച് തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിട്ട് തന്നെ പരിചയപ്പെടുത്തിയതിന് വളരെയധികം നന്ദി. അപ്പോൾ കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഏത് രീതിയിൽ നമ്മളെ ബന്ധപ്പെടാൻ കൊടുക്കാം. അതുപോലെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നാലും നമ്പർ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് പറയാമോ? 9744750888 9846108279. ഓക്കെ, ഈ നമ്പറിൽ നമുക്ക് ഇപ്പോൾ വേണ്ട, നമുക്ക് ഈ ലാറ്ററൈറ്റ് സ്റ്റോണിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ എന്ത് സംശയവും ചോദിച്ചറിയാം. എന്ത് സംശയം, ഏത് രീതിയിലുള്ള സംശയവും ചോദിച്ചറിയാം. അതിനുശേഷം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അതെ, നമുക്ക് ഈ ഒരു കല്ലിനെ കുറിച്ചും അതുപോലെ ഇതുപോലുള്ള സംഭവത്തിനെ കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആദ്യം കോറി നടത്തിയിരുന്ന ആളാണ്, ടൈലിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, ചെങ്കലിനെ കുറിച്ച് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരുപാട് നന്ദി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. താങ്ക്സ്. അപ്പോൾ